നമസ്കാരം. ഇന്ന് ഞാൻ ഊണിന് വേണ്ടിയിട്ട് കോവയ്ക്കാപ്പുളി ഉണ്ടാക്കിയ സമയത്താണ് ഇതുവരെ നമ്മളിത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ. അപ്പം തന്നെ വീഡിയോ എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. വളരെ എളുപ്പത്തിലും വളരെ സ്വാദിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ കോവയ്ക്കാപ്പുളി. കോവയ്ക്ക കൊണ്ട് അധികം ആരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ മസാലക്കൂട്ടെന്ന് പറയണതും ഒരു വ്യത്യസ്തമായിട്ടുള്ള മസാലക്കൂട്ടാണ്. അപ്പോൾ നല്ലൊരു ചൂട് ചോറുണ്ടെന്നുണ്ടെങ്കിൽ കോവയ്ക്കാപ്പുളി, പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ തോരനോ ഉണ്ടെങ്കിൽ നല്ലത്. അതൊന്നുമില്ലെങ്കിലും ഇത് ഇങ്ങനെ ഉരുളയാക്കി ഇത് കൂട്ടി ഊണിക്കാനായിട്ട് നല്ല സ്വാദാണ്. ആദ്യം നമുക്ക് മസാലപ്പൊടിക്ക് വേണ്ടി വറുത്ത് പൊടിക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, കയ്യിൽ ഒരു 2 നുള്ള് ചെറിയ ജീരകം, 1 ടീസ്പൂൺ അരി എന്ന് പറയുമ്പോൾ പുഴുക്കലരിയോ പച്ചരിയോ പൊന്നിയരിയോ എന്തരി വേണമെങ്കിൽ എടുക്കാം. അരി എടുത്ത അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ തുവരപ്പരിപ്പ്. ഇത് നന്നായിട്ട് ഒന്ന് വറുത്ത് നമുക്ക് പൊടിച്ചു വയ്ക്കണം. 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് പൊടിയായിട്ട് പൊടിച്ചു വയ്ക്കാം, ഇല്ലെങ്കിൽ ഇത് വറുത്ത് വെച്ചതിന് ശേഷം അവസാനം തേങ്ങയുടെ കൂടെ ഇത് അരച്ച് ചേർത്താലും മതി. ഇനി നമ്മൾ വറുത്ത് മാറ്റി അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കോവയ്ക്ക ഒരു 10 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കോവയ്ക്ക അരിയേണ്ടത്. അത്യാവശ്യം കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കോവയ്ക്ക പുളിയായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പുളിയുള്ള കൂട്ടാനായതുകൊണ്ട് തന്നെ പഴുത്ത കോവയ്ക്ക എടുക്കാൻ നല്ലതാണ്. ഇപ്പോൾ പഴുത്ത കോവയ്ക്ക ചില ആൾക്കാർ മെഴുക്കുവരട്ടിയിലോ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴുത്ത കോവയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുളിപ്പ് തോന്നാറുണ്ട്. പക്ഷേ ഇത് കോവയ്ക്ക പുളി ആയതുകൊണ്ടും പുളിയുള്ള കൂട്ടാനായതുകൊണ്ടും ഇതുപോലെ പഴുത്ത കോവയ്ക്ക ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്താൽ നന്നായിരിക്കും. ചെറിയ ഉള്ളി, തക്കാളി, കോവയ്ക്ക ഇത്രയാണ് എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ടത്. അത് ആദ്യം കോവയ്ക്ക ചേർക്കുക, എന്നിട്ട് അതൊന്നായതിന് ശേഷം ചെറിയ ഉള്ളി ചേർക്കണം. കോവയ്ക്ക ഒന്ന് അങ്ങോട്ടാക്കി ആവുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. ചെറിയ ഉള്ളി മുഴുവനോടെ ചേർക്കണതാണ്, അത് അരിയേണ്ട ആവശ്യമില്ലേ. ഇപ്പോൾ 10 കോവയ്ക്കയാണ് നമ്മൾ എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ ചെറിയ ഉള്ളി, ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും കോവയ്ക്കയും ചേർന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റണം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഒരു തക്കാളി ചേർക്കാം. ഇനിയിപ്പോൾ തക്കാളി ഇഷ്ടമല്ലാത്തവർക്ക് തക്കാളി ഒഴിവാക്കാം കേട്ടോ. പുളി മാത്രം മതി. ഇതിൽ നമ്മൾ കുറച്ച് പുളിയും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി വേണ്ടാത്തവർക്ക് അവസാനം പുളി പിഴിഞ്ഞൊഴിച്ചാൽ മാത്രം മതിയാവും. ഇനി ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വെളുത്തുള്ളിയും ചേർക്കാം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും അതുപോലെ നമ്മുടെ കോവയ്ക്കയും വെള്ളം ചേർക്കാതെ തന്നെ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച പൊടിക്ക് പുറമേ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയും കൂടി ചേർക്കുക. ഈ അരിയും അതുപോലെ കുരുമുളകും മല്ലിയും ജീരകവും പരിപ്പും എല്ലാം കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള ആ പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ്. അതായത് സാമ്പാർ പൊടിയുടെ അല്ല കേട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാസനയാണ് ഇതിനുള്ളത്, ഈ പൊടിക്കുള്ളത്. പൊടി ചെറുതീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വാളംപുളി പിഴിഞ്ഞു വെച്ചതും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ്, കാരണം ഒരു തക്കാളി ചേർത്തുണ്ടല്ലോ. പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കര. ഇപ്പോൾ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ, ശർക്കര പൊടിച്ച് ചേർക്കുകയാണെങ്കിലും ഒരു 3/4 ടീസ്പൂൺ, അത്രയും കുറച്ച് അളവിൽ ചേർത്താൽ മതി. ഇനി താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർക്കുകയാണ്. ഈ തേങ്ങ അരച്ചത് ചേർക്കുക എന്ന് പറയുമ്പോൾ തേങ്ങയിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ കയ്യിലാണെങ്കിൽ ഒരു കൈപ്പിടി അളവിൽ, ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. നമ്മൾ പൂളാക്കി എടുക്കുകയാണെങ്കിൽ 4-5 പൂൾ, അത്ര കുറച്ച് തേങ്ങ ആവശ്യമുള്ളൂ. ഒരുപാട് തേങ്ങ ഇതിന് ആവശ്യമില്ല. തേങ്ങയിൽ വേറെ ഒന്നും തന്നെ ചേർക്കണ്ട, വെറുതെ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. കാരണം മസാലകളൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതാണ്. പിന്നെ തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ വേറെ മസാലകൾ ആവശ്യമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പൊടിയായിട്ട് പൊടിച്ച് വെച്ചിരുന്നത്, പൊടിയായിട്ട് ചേർക്കാത്തവരാണെങ്കിൽ മാത്രം തേങ്ങയുടെ കൂടെ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പും ജീരകവും ഒക്കെ കൂടി ചേർത്ത് അരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 2 വിധത്തിലും ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വറുത്തിടുകയും കൂടി ചെയ്യണം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂണോളം ഉലുവയും 1/2 ടീസ്പൂൺ കടുകും നിറയെ കറിവേപ്പിലയും കൂടിയിട്ടാണ് ഇതിലേക്ക് വറുത്തിടേണ്ടത്. ഇനി കൊണ്ടാട്ടമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളകോ കൊണ്ടാട്ടമുളകോ ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്തിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൽ ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ. നമ്മൾ പുളി ഒഴിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ടിരുന്നു. ഉപ്പ് ചേർത്തത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്വാദുള്ള വിഭവമാണ്. കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർക്കും, പഴുത്തു പോയിട്ടുള്ള കോവയ്ക്ക ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കളയണ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോവയ്ക്കാപ്പുളി ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ലൊരു വിഭവമാണ്.